കുറേ ദിവസമായിട്ട് വഖഫ് സ്വത്തുക്കളെ പറ്റിയാണല്ലോ ചർച്ച. വഖഫ് എന്ന് വെച്ചാൽ വിശ്വാസികൾ ദൈവത്തിങ്കിലേക്ക് സമർപ്പിക്കുന്നത്. അത് തന്നെയാണല്ലോ യഥാർത്ഥത്തിൽ ഇവിടെ ഹിന്ദുമത വിശ്വാസികൾ അമ്പലങ്ങളിൽ സ്വർണം സമർപ്പിക്കുകയാണ്. നമ്മളിപ്പോൾ ശബരിമലയിലൊക്കെ ഇപ്പോൾ വലിയ കണക്ക് പറഞ്ഞില്ലേ, ശബരിമലയിൽ കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ട് സ്വർണം സമർപ്പിക്കുകയാണ് ദേവന്. അവരുടെ സ്വർണ്ണമാണ് ഏറ്റവും മൂല്യവത്തായിട്ട് മനുഷ്യൻ കാണുന്ന ഒരു കാര്യം. അത് ദൈവത്തിങ്കിലേക്ക് സമർപ്പിക്കുക എന്ന് വെച്ചാൽ അവരുടെ വിശ്വാസത്തിൻ്റെ തീവ്രതയാണ് വലുതാകുന്നത്. അപ്പോൾ ഇസ്ലാം മതത്തിൽ വഖഫ് എന്ന പോലെ ഇവിടെ ഇത് നമ്മൾ അങ്ങനെ കാണണം. പക്ഷെ അത് ഈ ദൈവത്തിങ്കിലേക്ക് സമർപ്പിക്കുന്ന സ്വത്ത് എന്തിനു വേണ്ടി ഉപയോഗിക്കണം? വെറുതെ വെക്കാനായിരിക്കുമോ ദൈവം ആഗ്രഹിക്കുക എന്ന് ചോദിച്ചാൽ ചില ആളുകൾ പറയുക അങ്ങനെയല്ല. അത് പൊതു ആവശ്യത്തിന് വേണ്ടി തന്നെയും ഉപയോഗിക്കുന്നതാണ് ദൈവത്തിനും പൊതുസമൂഹത്തിനകത്ത് തന്നെയും ഗുണകരമല്ല, ദൈവത്തിന് സന്തോഷമാകുക എന്ന് ചില വിശ്വാസികളെങ്കിലും പറയും. അതുകൊണ്ട് തമിഴ്നാട് അങ്ങനെ ഒരു നിലപാടെടുത്തിരിക്കും. ഇതിപ്പോൾ ഞാനിപ്പോൾ വായിച്ചപ്പോൾ കണ്ടത് തമിഴ്നാട് ഇടക്കാലത്ത് ഇത് കോടതിയിലൊരു കേസായിരുന്നു കേട്ടോ. അവിടെ പ്രശ്നമുണ്ടായിരുന്നു, അവിടെയും വിമർശനം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കോടതിയിൽ കേസായപ്പോൾ സുപ്രീം കോടതിയിൽ അവിടുത്തെ AG പറഞ്ഞു, ഇത് നിങ്ങൾ പുതിയ കാര്യമായിട്ട് കണ്ടതുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്. 1977 തൊട്ട് ഞങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ട് തമിഴ്നാട്. അത് നിങ്ങളങ്ങനെ വല്ലാതെ അറിയാഞ്ഞിട്ടാണ്. തമിഴ്നാട്ടിൽ അങ്ങനെ പലപ്പോഴായിട്ട് നടക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ടല്ല, 1977 തൊട്ട് തന്നെ പല ക്ഷേത്രങ്ങളിലെയും സ്വർണം ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ചെലവ്, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ക്ഷേത്രത്തിലേക്കുള്ള കാര്യത്തിന് വേണ്ടി തന്നെ വിനിയോഗിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ ഇത് ചെയ്യുന്നുണ്ടെന്ന് കേൾക്കുന്നു. കേരളത്തിൽ ഇത് ചെയ്താൽ ഇത്ര എളുപ്പത്തിൽ തമിഴ്നാട്ടിൽ എന്ന പോലെ കാര്യങ്ങൾ ക്ഷേത്രത്തിൻ്റെ ചെലവിന് വേണ്ടി മാത്രമായിട്ട് എടുത്താൽ പോലും വലിയ വിമർശനങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകില്ലേ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്, അല്ലെങ്കിൽ ഞാൻ വെറുതെ സംശയിക്കുകയാണ്. കാരണം ഇവിടെ അല്ലെങ്കിൽ തന്നെയും സർക്കാർ ദേവസ്വത്തിൻ്റെ സ്വത്ത് അനാവശ്യമായിട്ട് ഇടപെടുന്നു എന്ന ഒട്ടും അടിസ്ഥാനമില്ലാത്ത കഥകളും ആരോപണങ്ങളും നിരവധിയായിട്ട് അന്തരീക്ഷത്തിൽ കറങ്ങുന്നൊരു നാടാണ് ഇവിടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അമ്പലത്തിലുള്ള ഈ സ്വർണം എടുത്തിട്ട് ഈ നിലക്ക് ക്ഷേത്രങ്ങൾക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കുകയാണെന്ന് പറഞ്ഞാൽ പോലും ആരെങ്കിലുമൊക്കെ 4-5 ആളുകൾ കുറച്ച് ബഹളമൊക്കെ ആക്കി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ഈ നിലക്ക് വെറുതെ സ്വർണ്ണം അവിടെ വെക്കാതെ അത് പൊതു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും ചുരുങ്ങിയത് ഈ അമ്പലങ്ങളുടെ ക്ഷേത്രങ്ങളുടെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾക്കെങ്കിലും ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. തമിഴ്നാട്ടിൽ ചെയ്തിരിക്കുന്നത് നല്ല കാര്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.